എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതുപോലെ തന്നെ വാക്കൻസി പൊസിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admissions.keralauniversity.ac.in/fyugp2024/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാക്കൻസി പൊസിഷൻ ആസ് ഓൺ 21/8/2024 ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ എത്ര വീതം വാക്കൻസി ഉണ്ട് എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു PDF ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം സാധിക്കുന്നതാണ്. അവിടെ ജനറൽ സീറ്റിലും അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള സീറ്റിലും എത്ര വീതം സീറ്റുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ ഏത് കോളേജിലാണുള്ളത്, ഏത് കോഴ്സിലാണ് വാക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാക്കൻസി നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വാക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇനി സെക്കൻഡ് ഫേസ് സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അതിനായിട്ട് ആ ഒരു സെക്കൻഡ് ഫേസ് സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപ്രകാരം കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ പ്രവേശനം 2024 ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 22-ന് കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 22-ന് അതായത് 22/8/2024 കേരള സർവകലാശാല സെനറ്റ് ഹാൾ തിരുവനന്തപുരത്ത് വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് കേരള സർവകലാശാല സെനറ്റ് ഹാൾ തിരുവനന്തപുരം രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് സെൻറ്ററിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രം അതായത് ഓതറൈസേഷൻ ലെറ്റർ നൽകി രക്ഷാകർത്താവിനെ അയക്കാവുന്നതാണ്. നിലവിൽ കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികളെ സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതല്ല. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം ഒരു അസൽ സർട്ടിഫിക്കറ്റ് അതായത് ഒറിജിനൽ ഒരു സർട്ടിഫിക്കറ്റ് അല്ല, അതായത് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും, അതായത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എന്നാണ് അസൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡിങ് TC ആൻഡ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കണം. സ്പോർട്സ് അലോട്ട്മെൻറ്റിൽ കോളേജും കോഴ്സും അലോട്ട്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കോളേജും കോഴ്സും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല. ഇതുവരെ അഡ്മിഷൻ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഈ ഒരു അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ SC/ST വിഭാഗത്തിലുള്ളവർക്ക് 930 രൂപയും ജനറൽ മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് 1850 രൂപ എന്നിവ അടക്കണം. അതായത് SC/ST ആണെങ്കിൽ 930, ബാക്കിയുള്ളവരാണെങ്കിൽ 1850 രൂപയാണ് ഫീസ് വരിക. ഇതിനായിട്ട് പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല, അതായത് നാളെ തന്നെ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മുമ്പ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ പ്രസ്തുത ഫീ പേയ്മെൻറ്റ് വീണ്ടും അടക്കേണ്ടതില്ല. അതിൻ്റെ ആ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റിൻ്റെ കോപ്പി കയ്യിൽ കരുതേണ്ടതാണ്. നിലവിലുള്ള സീറ്റുകളുടെ വിവരം വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സ്രാശ്രയ UIT അതുപോലെ IHRD കോളേജിലെ ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്കുള്ള കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 23-ന്. അപ്പോൾ കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്രാശ്രയ UIT അതുപോലെ IHRD കോളേജിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 23-ന് കോളേജ് തലത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. കോളേജ് ലെവൽ 23/8/2024 സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതത് കോളേജിൽ ഓഗസ്റ്റ് 23-ന് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകൾക്കും ഒരേ തീയതിയിൽ തന്നെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അതിനാൽ ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷാകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താവുന്നതാണ്. രക്ഷാകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് വിദ്യാർത്ഥി ഒപ്പിട്ട ഓതറൈസേഷൻ ലെറ്റർ, അപേക്ഷയുടെ പകർപ്പ് എന്നിവ ഹാജരാക്കണം. നിലവിൽ കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികളെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കണം. അതായത് TC ആൻഡ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കണം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SC/ST വിഭാഗം ആണെങ്കിൽ 930, അതുപോലെ തന്നെ മറ്റ് ജനറൽ കാറ്റഗറി വിഭാഗക്കാർക്ക് 1850 രൂപയുമാണ് ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടത്. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ റെസിപ്റ്റിൻ്റെ കോപ്പി കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുക. അതുപോലെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.